സാറേ അയച്ചുതരാലോ. വേറെ എന്തെങ്കിലും വേണം നീ? ഓക്കെ സാർ. സാർ ഗുഡ് മോർണിംഗ്. എന്താ സാറേ, നമുക്ക് ഈ പ്രാവശ്യം ബിസിനസ് വളരെ ഡള്ളാണല്ലോ. അതെങ്ങനെയാ? എല്ലാ അവന്മാരെ കൊണ്ടുപോയില്ലയോ? അവന്മാർ ഓരോ ഉടായ്പ പണികൾ കാണിക്കുകയും ചെയ്യും, കസ്റ്റമേഴ്സ് അതിൽ വീഴുകയും ചെയ്യും. ശരിയാ സാറേ, ഇവന്മാരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്റെ സിറിലെ നിങ്ങൾ കസ്റ്റമേഴ്സിന് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തു കൊടുക്കണം. അയ്യോ, ഞങ്ങൾക്ക് അങ്ങനെ ഉടായ്പ ഓഫർ ഒന്നും കൊടുത്ത് ആരെയും പറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എടാ മോനെ, നീ പോയി ഞങ്ങളുടെ കസ്റ്റമേഴ്സിനോട് ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം ഞങ്ങളുടെ ഡീലിങ്സ് എങ്ങനെയാണോ. എന്തോ തിരക്കാനാ? എനിക്ക് അറിയാത്തതൊന്നല്ലല്ലോ, ഒന്ന് പോടേ. അങ്ങനല്ല ബ്രോ, നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കത്തി വെക്കാതിരുന്നാ മതി, അപ്പൊ നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് കിട്ടും. നമസ്കാരം സാർ, ഞാൻ സെറിൽ. ചാർലി. സാറിന്റെ റിക്വയർമെന്റ് എന്താണ്? ലുക്കിംഗ് ഫോർ എ ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റ്. സാർ റെന്റലാണോ വാങ്ങിക്കാനാണോ? സാറിന് ഏത് ലൊക്കേഷനിലാണ് അത് വേണ്ടത്? ആക്ച്വലി ഞാൻ ലൂലു മോളിന്റെ അടുത്ത് എവിടെയെങ്കിലും ആണ് നോക്കുന്നത്. പിന്നെന്താ സാർ, കിട്ടുമല്ലോ. നമ്മുടെ കയ്യിലെ ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റ് വരെയുള്ള ഫ്ലാറ്റ് ഉണ്ട്. ക്യാഷ് ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, നല്ല ഫ്ലാറ്റ് ആയിരിക്കണം, ഉടായ്പൊന്നും കാണിക്കരുത്. സാറേ പറയാലോ, സാറ് വന്നത് കറക്റ്റ് സ്ഥലത്താണ്. വാങ്ങിക്കുന്ന കാശിനുള്ള സാധനം ഞങ്ങൾ തന്നിരിക്കും. അങ്ങനെ ആയാൽ നിങ്ങൾക്ക് കൊള്ളാം. നമ്മൾ ഈ ഉടായ്പ പണികളൊന്നും ചെയ്യില്ല സാറേ. അത് നോക്കിയേ, ലവന്മാരുണ്ടല്ലോ, വെഞ്ചർ ഗ്രൂപ്പ്, അവന്മാരാണ് ഈ ഉടായ്പ പരിപാടി ചെയ്യുന്നത്. അല്ല, അതെന്താ സിറിലെ അങ്ങനെ ഒരു വർത്താനം? കസ്റ്റമേഴ്സ് ഉള്ളപ്പോഴാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ രണ്ടാളും ചെയ്യുന്നത് ഒരു ബിസിനസ് തന്നെയല്ലേ. നിനക്ക് മാത്രം ഇവിടെ കച്ചവടം കിട്ടിയാൽ മതിയോടാ. നീ പോയി നിന്റെ പണി നോക്കടാ ചെറുക്ക. സിറിലെ ഇങ്ങനൊന്നും സംസാരിക്കല്ലേ, കസ്റ്റമറിന് മുമ്പ് വെച്ചാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. പോടാ, നീ എന്തോ ചെയ്യും? നീ കേസ് കൊടുക്കോ? എന്നാ കൊടുക്കടാ. ഛേ, സിറിലെ ഇങ്ങനെ സംസാരിക്കല്ലേ, അതൊക്കെ തെറ്റാണ്. കുറച്ച് മര്യാദ കാണിക്കേ. നീ ആരുടെ കൊച്ചർക്ക് എന്നെ ഭരിക്കാൻ? നീ എന്റെ നേരെ കൈ ഉയർത്തി തുടങ്ങിയോ? നിനക്ക് എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോടാ? അതൊക്കെ നിന്റെ സംസ്കാരം. ഗൈസ് പ്ലീസ് ചിൽ, ഗെറ്റ് മീ ബാക്ക് ലേറ്റർ. നീ എന്താ പറഞ്ഞേ? എന്റെ സംസ്കാരം എന്നോ? എടാ, ഇത് പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുള്ളത്? എന്റെ സാറില്ലായിരുന്നെങ്കിൽ നീയും കാണില്ല, നിന്റെ സാർ ഇവിടെ കാണില്ലായിരുന്നു. മതി, നീ അങ്ങ് നിർത്തിക്കോ. നീ കൂടുതൽ പറഞ്ഞു പറഞ്ഞ സാറിനെ പറയാൻ വരണ്ട. എന്റെ മര്യാദക്കാണ് ഞാൻ നിന്നോട് സംസാരിച്ചത്. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരടാ? ഹലോ ഹലോ സാറേ, ഡാർവിന സാറ് പെട്ടെന്ന് ഓഫീസിൽ വരണേ. എന്തോ പറ്റി സാറേ, അത് ഇവിടെ വന്നിട്ട് പറയാം സാറേ. ഓക്കെ ഇപ്പൊ വരാം. സാറേ സാറേ ഹലോ സാറേ. ഹലോ ടോം കേട്ടില്ല, പറയൂ, എന്താണ് പ്രശ്നം? സാറിപ്പോ എവിടെയാണ്? വേഗം വരാമോ ഓഫീസിലോട്ടൊന്ന്? ഓക്കെ ഞാൻ എത്തിയാണ്, ഞാൻ ഓൺ ദ വേ ആണ്. സെറിൽ, എന്ത് പറ്റിയടാ? എന്താണ് പ്രശ്നം? സാർ, നമ്മളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, ദേവന്മാരാ. ഓ, അത് ശരി, എനിക്കറിയാം എന്ത് ചെയ്യണം. ഡാ, നീ എന്താണ് എന്റെ പിള്ളേര് പറഞ്ഞേ? എന്റെ അച്ഛാ, ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയേ, നിങ്ങളുടെ ആ മാനേജരാ. നീ കൂടുതൽ മാനിരുന്നതാണ്, എനിക്കറിയാമില്ല. അല്ലേലും എന്റെ ബിസിനസ് വളർന്ന് നിനക്ക് പിടിക്കത്തില്ലല്ലോ. അച്ഛാ, നിങ്ങൾക്കറിയാവല്ലോ, നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെട്ടാണ് ഈ ബിസിനസ് ചെയ്യുന്നത്. എടാ 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 നിനക്ക് കുറച്ചെങ്കിലും നന്ദിയുണ്ടോ? ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ കൊണ്ടാണ് നീ ഈ നിലയിലെത്തിയത്. നമ്മൾ രണ്ടുപേരും കഷ്ടപ്പെട്ടല്ലേ ഈ നിലയിലെത്തിയത്. ആര് കഷ്ടപ്പെട്ടു? നീയോ? എടാ, എന്റെ പണം കൊണ്ട് മാത്രമാണ് നീ ഈ നിലയിലെത്തിയത്. അച്ഛൻ ഒരു ആത്മീയനല്ലേ, കുറച്ചെങ്കിലും മനസാക്ഷി കാണിക്ക്. എടാ, എന്റെ ആത്മീയത അളക്കാൻ നീ വരണ്ട. അതിന് നീ ആളുമായിട്ടില്ല. പിന്നെ നിന്നേക്കാൾ കൂടുതൽ ആരാധന കൂടിയിട്ടുള്ളവനാണ് ഞാൻ. എനിക്ക് നിന്നോടൊന്നും പറയാനുമില്ല. ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. നിനക്ക് വേണ്ടി ഞാൻ മുടക്കിയ മുഴുവൻ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം. അച്ഛാ, എനിക്കിപ്പോ ഇത് തന്നു തീർക്കാൻ ഒരു വഴിയില്ല. എനിക്കത് ഒന്നും അറിയേണ്ട അഗസ്റ്റിനെ. ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്. നീ ഒപ്പിട്ട പേപ്പർ മുഴുവൻ എന്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം നീ. അങ്ങനെ പറയല്ലേ അച്ഛാ, ഇനി എന്റെ മുന്നിൽ മരണമല്ലാതെ വേറെ വഴിയില്ല. നീ പോ എവിടെയെങ്കിലും പോ, എന്റെ കണ്ടുമുന്നിൽ നിന്ന് പോ. അച്ഛാ, എന്നെ കൈവിടല്ലേ, ഞാൻ കാല് പിടിക്കാം. ഇറങ്ങി പോടെ അവിടുന്ന്. ശരി അച്ഛാ, എന്നാ ഞാൻ പോവാ. ഇനി നമ്മൾ തമ്മിൽ കാണത്തില്ല. എന്നോട് പിടിച്ചു നിൽക്കാൻ ആളായിട്ടില്ല. ഒന്നുമില്ലാതെ വന്നവനാ. ചെമ്മീൻ ചാടിയ മുട്ടോളം
പിന്നെ ചാടി എങ്ങോട്ടാ? അത് തന്നെ. ഇവൻ എവിടം വരെ പോകുന്നു എനിക്കൊന്ന് കാണണം. സാറ് എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന സാറിന് ഇതെങ്ങനെ സംസാരിക്കാൻ പറ്റുന്നേ? എടാ, നിനക്കൊന്നും ദൈവമക്കളെ അറിയില്ല. ദൈവമേ എന്റെ കൂടെയാ. ഞാൻ വിളിച്ച ഇപ്പൊ വരും. ഹലോ, മഞ്ജു ഗ്രൂപ്പ്. ഹലോ, ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. പറയൂ സാർ. ഇവിടെ ഒരു ആക്സിഡന്റ് ഇപ്പോൾ ഉണ്ടായി. നിങ്ങളുടെ സ്റ്റാഫ് 1 മിസ്റ്റർ അഗസ്റ്റിൻ മരണപ്പെട്ടിരിക്കുന്നു. അയ്യോ, എന്റെ ദൈവമേ. ബ്രോ, എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. എന്റെ കൈയും കാലും പറയ്ക്കുന്നു. നിങ്ങളുടെ അഗസ്റ്റിൻ സാറിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ആള് പോയെന്നാ പറയുന്നേ. അവൻ അങ്ങനെ തന്നെ വേണം. ധിക്കാരി. നിങ്ങളൊരു മനുഷ്യനാണോ? സാർ പ്ലീസ് അവസ്ഥയിൽ ഇങ്ങനൊന്നും പറയല്ലേ. എന്താണ് പറഞ്ഞേ? നിനക്ക് കൊണ്ടോ? നീ എന്റെ സ്റ്റാഫാണോ അത് അവന്റെ സ്റ്റാഫാണോ? ഒരല്പം പോലും മനുഷ്യത്വമില്ലാത്ത നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഞാൻ പോവാ. ദുഷ്ടനെ ജീവനോടെ രക്ഷിക്കേണ്ടതിന് അവൻ തന്റെ ദുർമാർഗം വിടുവാൻ അവനെ ഓർപ്പിച്ചുകൊണ്ടും ഒന്നും പറയുകയോ ചെയ്യാഞ്ഞാൽ ദുഷ്ടൻ തന്റെ അകത്തത്തിൽ മരിക്കും. അവന്റെ രക്തമോ ഞാൻ നിന്നോട് ചോദിക്കും. ധാർമ്മിക ശോഷണവും മൂല്യച്യുതിയും സ്വജനപക്ഷപാതവും ദൈവാശ്രയ ബോധ്യമില്ലായ്മയും